I'm so happy, little bit tensed because I stood with my party for so many years. For the first time, I am changing a party because I was not happy with Congress party for so many years, especially last assembly election. So I complained in the high command, but there is no response. So many times, and I came to see the leadership 2 or 3 times. They didn't give me an appointment. My father had same experience that I think, because I was with my father for last 17 years, because my mother was no more. So I was with my father. So I know everything. He was very unhappy even from the party and came back last in his days. So same experience for me also. That's why I took a decision. That's all. Because I didn't ask anything to them. I want to work peacefully. That's the only thing. And if each party have strong leadership should be there. In the Congress party, there is no leadership. I know how to, because I have great respect to Madam Sonia ji, but I can't see her because she didn't give appointment to anybody. So last so many, I think I talked to the people, press people, about my sorrows, everything. These people all know, I think. But there is no response. That's why I took a decision. And I don't know about, I am going to study about this party, but my only thing is Modi ji is very strong. He's a very strong leader. That's the only reason I came to this party. That's all. If you have any... बहुत बहुत धन्यवाद. नो नो बाहर नहीं सर बाहर निकल बहुत. ഈ തെരഞ്ഞെടുപ്പില് എന്നോട് ആരും പറഞ്ഞിട്ടില്ല, ആരും ആവശ്യപ്പെട്ടിട്ടില്ല. ഞാൻ ടിവിയിൽ കണ്ടതേ ഉള്ളൂ. അതാണ് ഇത്രയും നേരമായിട്ട് ഞാൻ പറഞ്ഞത്. ഇനി മലയാളത്തിൽ പറയണം. അതായത് ഞാൻ കുറെ കാലങ്ങളായി ഈ പാർട്ടിയിൽ നിന്ന് നേരിടുന്ന അവഗണന എന്ന് പറഞ്ഞാല് ഇപ്പൊ കഴിഞ്ഞ ഇലക്ഷനിൽ ഞാൻ ഈ പാർട്ടി വിട്ട് പോവാൻ തീരുമാനിച്ച, കാരണം എന്നെ തോൽപ്പിച്ച ആരാന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാൻ പരാതി കൊടുത്തു 2-3 പ്രാവശ്യം. അതിലൊന്നും ഒരു ഇത് കണ്ടില്ല. എനിക്ക് തോന്നുന്നത് നേരെ ചവറ്റുകോട്ടയിൽ പോയി എന്നാണ് എനിക്ക് KPC ഓഫീസിൽ നിന്ന് കിട്ടിയ വിവരം. അത് കഴിഞ്ഞ് എന്നെ തോൽപ്പിച്ച ആൾക്കാരെ തന്നെ എൻ്റെ സ്വന്തം മണ്ഡലത്തിൽ കൊണ്ടുവച്ചപ്പോൾ എനിക്ക് എൻ്റെ മണ്ഡലത്തിലും കൂടി വർക്ക് ചെയ്യാൻ പറ്റാണ്ടായി. കാരണം അവിടെ ഒരു 4-5 പേരുടെ കയ്യിലായിപ്പോയി അധികാരങ്ങൾ. കാരണം അവരൊക്കെ അവിടെ പല നേതാക്കളാണ്. അപ്പോൾ അവരുടെയൊക്കെ ആളായിട്ട് നിന്നിട്ട് എന്നെ വല്ലാതെ ദ്രോഹിച്ച് എനിക്ക് തൃശ്ശൂർ പോകാൻ പറ്റാണ്ടായി തുടങ്ങിയ അവസാനം. അതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് ഞാൻ ഇതിന്ന് മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങനൊരു ഇതല്ല ഞാൻ ആലോചിച്ചത്. ഞാൻ പാർട്ടിയിൽ നിന്ന് മാറി രാഷ്ട്രീയം അവസാനിപ്പിച്ച് പോയാലോ എന്ന് വരെ ഒരു സമയത്ത് ഞാൻ ആലോചിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇങ്ങനെ വന്നു ഇതിൽ ചേർന്നു. ഇത്രയുള്ള, അല്ലാണ്ട് പ്രത്യേകിച്ച് ഇതായിട്ടോ ഒന്നുമില്ല. പിന്നെ മോദിജിയുടെ കാര്യത്തിൽ എനിക്ക് അത് രാഷ്ട്രീയമല്ല, ഒരിക്കലും രാഷ്ട്രീയമല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു കഴിവും ആ ഒരു ലീഡർഷിപ്പും എന്നെ എന്നും ആകർഷിച്ചിരുന്നു. അതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. കോൺഗ്രസ് പ്രവർത്തകരെ പറ്റി ആലോചിക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഞാൻ ജനിച്ചത് ഈ പാർട്ടിയിലേക്കാണ്. ഇത്രയും കൊല്ലം എനിക്ക് തോന്നുന്ന ഒരാളും അങ്ങനെ, കാരണം എൻ്റെ അച്ഛൻ പോയപ്പോൾ പോലും ഞാൻ പാർട്ടി വിട്ട് പോയിട്ടില്ല. അപ്പോൾ എത്രമാത്രം മാനസിക ബുദ്ധിമുട്ടുണ്ടായിട്ട് വേണം ഞാൻ ഈ ഒരു പാർട്ടി മാറാൻ എന്നുള്ളത് അവർക്ക് മനസ്സിലാവും. എന്നെ നേതാക്കൾക്ക് മനസ്സിലാവില്ല എന്നുള്ള എൻ്റെ കാര്യമല്ല. പാർട്ടി വർക്കേഴ്സ് എന്നെ വിളിക്കുന്നവർ പലരും എന്നോട് പറയുന്നുണ്ട്, ഞങ്ങൾ കൂടെ വരാം, ചേച്ചി ഒറ്റയ്ക്കല്ല എന്ന് പറയുന്നുണ്ട്. അത് എനിക്ക് ഭയങ്കര ഒരു ധൈര്യം തരുന്നുണ്ട്. नो क्वेश्चन आंसर. थैंक यू. थैंक यू सर. सामने देखिए. പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് തന്നപ്പോഴെന്നെ പാർട്ടി എന്നെ തോൽപ്പിച്ചു. പേരുകൾ ഏതെങ്കിലും കാലത്ത് ഞാൻ പറയാം. थैंक यू.
सामने आ गए। अरे she You will don't give understand? interviews. From tomorrow she പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിലല്ലേ? അദ്ദേഹം ഈ ടി വിയിലിരുന്ന നേതാവായതാ. അദ്ദേഹം എന്നോട് അത് പറയണ്ട. വയനാട്ടിൽ മത്സരിക്കും. बाहर बाहर अभी चल रहा है। പാർട്ടി ആവശ്യപ്പെട്ടാൽ വയനാട്ടിൽ മത്സരിക്കും. അല്ല, ഇതുവരെ അങ്ങനത്തെ സംസാരം പോലും All നടന്നിട്ടില്ല. news പിന്നെ not on one day. അതൊന്നും എനിക്കറിയില്ല. ഫോട്ടോ ഞാൻ ഇതുവരെ മാഡം ഫോട്ടോ